നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒരു ദേശീയ പണിമുടക്ക് ദിവസമാണ്. കേരളം പലപ്പോഴും ദേശീയ പണിമുടക്കുകളോടക്കം എല്ലാ പണിമുടക്കുകളോടും പൊതുവിൽ അനുകൂലമായി പ്രതികരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ദേശീയ പണിമുടക്കെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ സമരം അത്ര കണ്ട് ഏശിയിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള ചിത്രം പുറത്തു വരുന്നത്. പശ്ചിമ ബംഗാളിലെ ചില സ്ഥലങ്ങൾ, ഒപ്പം തന്നെ പഞ്ചാബിൻ്റെ ചില കേന്ദ്രങ്ങൾ, ഒപ്പം ചില വ്യാവസായിക മേഖലകളിലെ തൊഴിലാളികളുടെ പ്രതിഷേധം അത് മാറ്റി നിർത്തിയാൽ മെട്രോ നഗരങ്ങളൊക്കെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ പ്രവർത്തിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും ഈ ഹർത്താലിന് അല്ലെങ്കിൽ പണിമുടക്കിന് വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. എന്താണ് ഈ പണിമുടക്കിൻ്റെ രാഷ്ട്രീയം എന്ന കാര്യം കൂടി ഈ ദിവസം പ്രസക്തമാവുകയാണ്. കേരളം പണിമുടക്കുകളോട് പൊതുവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. കാരണം കേരളം നിശ്ചലമാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ ദേശീയ പണിമുടക്കുകളിൽ ഇടതു വലതു മുന്നണികൾ ഒന്നിച്ചു നിന്ന് കളത്തിലിറങ്ങുന്നതോടുകൂടി ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ അത്തരമൊരു നീക്കം നടത്തിയാൽ സ്വാഭാവികമാണ് കേരളം നിശ്ചലമാകും. ഇന്ന് നമ്മൾ കണ്ടതും അതുതന്നെയാണ്. ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം ഈ പണിമുടക്ക് ഇങ്ങനെ ജനങ്ങളെ നിശ്ചലമാക്കി നടത്തണമോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യം ഇപ്പോൾ ഉയരുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മറ്റൊന്നുമല്ലത്, കേരളത്തിലെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഈ ഒരു ചർച്ച മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് വി ഡി സതീശൻ, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശൻ തന്നെ ആ ചോദ്യം ഉന്നയിക്കുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ശശി തരൂരും ആ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. സമരം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ജനജീവിതം ഇങ്ങനെ ദുസ്സഹമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നതാണ്. അതായത് ജനങ്ങൾ വീട്ടിലിരുന്നു എന്നതുകൊണ്ട് അവർ ഈ പണിമുടക്കിന് അനുകൂലമായ മനസ്ഥിതി പുലർത്തുന്നവരാണോ എന്ന ചോദ്യമൊക്കെയാണ് ഉയരുന്നത്. പക്ഷേ അപ്പോഴും വിമർശന ബുദ്ധിയായി ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. പലപ്പോഴും ഈ സമരങ്ങൾക്കെതിരായ നിലപാടെടുക്കുന്ന ഭരണകൂടങ്ങളുടെ ഒരു ബോധപൂർവമായ അജണ്ടയാണോ ഇത് എന്ന കാര്യം കൂടി സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പ്രസക്തമാണ് ഇന്നത്തെ ഒരു ദിവസം. കാരണം ഏറെക്കുറെ സമാനമായി കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടിയും നിശ്ചലമാക്കപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് ഈ സമരങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ബന്ദ് എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ബന്ധിപ്പിക്കുക, അതായത് നിശ്ചലമാക്കുക എന്ന ആ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമരരീതി ഉണ്ടായിരുന്ന രാജ്യമാണ് നമ്മുടേത്. ബന്ദ് പലപ്പോഴും വലിയ അക്രമ സംഭവങ്ങൾക്കും കൊള്ളിവെപ്പുകൾക്കും മരണങ്ങൾക്കും അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾക്കൊക്കെ ഇടവെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം അത് കണ്ടിട്ടുമുണ്ട്. ഇതേ തുടർന്നാണ് ബന്ദിൻ്റെ നിരോധനം വരികയും പകരം അത് ഹർത്താൽ എന്ന് പേരിട്ട് വിളിക്കുന്ന മറ്റൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ഹർത്താൽ നിരോധിക്കണമെന്ന ചർച്ചകളും സംസ്ഥാനത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് പൊതു പണിമുടക്ക് നടന്നു. യഥാർത്ഥത്തിൽ ഈ പണിമുടക്ക് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പണിമുടക്ക് എന്ത് ആവശ്യമെന്നത് ഏറ്റവും പ്രസക്തമായതാണ്. പ്രത്യേകിച്ച് തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര ദിവസം കൂടിയാണ് ഇന്ന്. പക്ഷേ ഈ സമരം എല്ലാവരെയും ഇങ്ങനെ നിശ്ചലമാക്കണമോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ സമരത്തിൻ്റെ പ്രസക്തി ഇല്ലാതാവുന്നില്ല എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് ഇന്ന് പകൽ ദിനം നടന്ന രാഷ്ട്രീയം കൂടി പരിശോധിക്കാം. മറ്റൊന്നുമല്ല, തുടക്കത്തിൽ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ, ഇടതുമുന്നണിയും ഒപ്പം തന്നെ UDF-ഉം രണ്ട് യാത്രകൾ നടത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളുന്ന ഒരു വിശദമായ യാത്ര, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് നടത്തുന്നത്. ഈ ദിവസവും പക്ഷേ UDF നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തിന്, അവരുടെ ആ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് ഇന്ന് തടസ്സമുണ്ടായില്ല. അവർ പതിവ് പോലെ തന്നെ ഇന്നും ജാഥ നടത്തി. അത് വലിയ വിമർശന വിധേയമായി. കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. പിന്നെ എങ്ങനെ അവർക്ക് ആ ദിവസം ഈ യാത്ര നടത്താൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമാണ്, അത് വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ചർച്ച കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം അദ്ദേഹം മുമ്പും ഹർത്താലിന് വിരുദ്ധമായ ചില നിലപാടുകൾ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളയാളാണ്. പക്ഷേ ഇന്ന് വി ഡി സതീശൻ എടുത്ത നിലപാട് രാഷ്ട്രീയപരമായി അവർക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് വരും ദിവസങ്ങളിൽ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിനെതിരായ സമരമാണ്. കേന്ദ്ര വിരുദ്ധ നിലപാടുകൾ എടുക്കാൻ സംസ്ഥാനത്ത് ഇടതുമുന്നണിയും UDF-ഉം മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാട് വന്നിരിക്കുന്നത് എന്നതുകൂടിയാണ്. എന്തായാലും വി ഡി സതീശൻ അദ്ദേഹം നയിക്കുന്ന യാത്ര ഇന്നും നടന്നു. അതിന് തടസ്സമൊന്നും ഉണ്ടായില്ല. അതിന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാരണം കൂടിയുണ്ട്. എന്താണ് വി ഡി സതീശൻ്റെ ന്യായം? ഒന്ന് കേൾക്കാം. അപ്പൊ കേരളത്തിൽ മാത്രമുള്ളത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, അല്ലേ? ഇതാണ് വി ഡി സതീശൻ്റെ
വാദം അദ്ദേഹം ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ്. അത് പൊളിറ്റിക്കലി എത്ര കണ്ട് കറക്റ്റ് ആകും എന്നത് ഒരുപക്ഷെ സംശയവിധേയമാണ്. അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ഈ നിലപാടിന് പാർട്ടിയിൽ എത്ര കണ്ട് പിന്തുണ കിട്ടും എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നില്ല. പ്രമുഖ നേതാവ് ശശി തരൂരും സമാന നിലപാടിൽ തന്നെയാണ്. തരൂരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് തൻ്റെ വാദം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഭാരത് ബന്ദ് യഥാർത്ഥത്തിൽ മറ്റൊരു കേരള ബന്ദ് മാത്രമായി ഒതുങ്ങി. അതായത് കേരളത്തിൽ മാത്രമേ ഇത് നടന്നിട്ടുള്ളൂ എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇത് വൈരുദ്ധ്യമാണ്, ഖേദകരമാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾ ഇത്തരം നിർബന്ധിത തടസ്സപ്പെടുത്തലുകൾക്ക് അപ്പുറത്തേക്ക് വളർന്നപ്പോൾ അസംഘടിതരായ ഭൂരിപക്ഷത്തിന് മേൽ സംഘടിതമായ ന്യൂനപക്ഷം നടത്തുന്ന ഈ അതിക്രമത്തിന് മുന്നിൽ കേരളം മാത്രം ഇപ്പോഴും ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ശശി തരൂർ നടത്തുന്ന വിമർശനം. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് മുതൽ എൻ്റെ നിലപാട് വ്യക്തമാണ്. തരൂർ ഒന്നുകൂടി പറയുകയാണ്, പതിവ് രാഷ്ട്രീയ മുഖങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാട് അദ്ദേഹം എടുക്കാറുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു, എന്നാൽ തടസ്സപ്പെടുത്താനുള്ള ന്യായീകരണമായി ഈ സമരം മാറുന്നില്ല, അത് താൻ അംഗീകരിക്കുന്നില്ല എന്നതാണ് ശശി തരൂർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. അതായത് വി ഡി സതീശനോട് ഏറെക്കുറെ ചേർന്ന് പോകുന്ന നിലപാട് തന്നെയാണ് ശശി തരൂരും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ മാറുന്ന മലയാളിക്ക് അല്ലെങ്കിൽ മാറുന്ന പുതുതലമുറയ്ക്ക് ഈ സമരങ്ങളോടൊരു വിമുഖതയുണ്ടോ എന്ന ചോദ്യം ഉയർത്താൻ കൂടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ആ പുതിയ തലമുറ ഇത്തരം സമര രീതികൾക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ അവർക്കുണ്ടായിരിക്കാം. അത് ശരിയോ തെറ്റോ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഒരു പുതിയ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുകയാണ് അവർ. പക്ഷേ രാഷ്ട്രീയപരമായി ഈ നീക്കത്തെ എങ്ങനെ കാണും, അത് തിരിച്ചടിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാണണം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് വി ഡി സതീശൻ എടുത്ത നിലപാട് അല്ലെങ്കിൽ UDFൻ്റെ യാത്ര ഇന്നും തുടരുന്ന രീതിയെ ഇടതുപക്ഷവും ശക്തമായി എതിർത്തിട്ടുണ്ട്. കാരണം പൊതുവിൽ കേന്ദ്രവിരുദ്ധ സമരം നടത്തുമ്പോൾ ഇത്തരമൊരു നിലപാട് ഒരു മുന്നണിക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നു മാത്രമല്ല, അത് തൊഴിലാളികൾ ഏറ്റവും വലിയ തൊഴിലാളി അവകാശവാദങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. നമുക്ക് ആ സമരത്തിൻ്റെ പ്രസക്തിയും സമരത്തിൻ്റെ ആവശ്യത്തിലേക്കും പിന്നീട് വരാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ വി ഡി സതീശനെയും UDFനെയും കടന്നാക്രമിക്കുന്നു. അതിൻ്റെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് CPM നേതൃത്വം, കേരളത്തിലെ ഭരണ നേതൃത്വം എന്നതുകൂടി പ്രസക്തമാണ്. ഇന്ന് MV ഗോവിന്ദൻ ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സതീശനെതിരെ പ്രയോഗിച്ചത്. കേൾക്കാമത്. വി ഡി സതീശൻ്റെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർമാരുണ്ടല്ലോ, അവർ ചെറിയ ഞങ്ങളെപ്പോലെ 2-3 വാഹനമൊന്നുമല്ല, അവർക്ക് ഒരുപാട് വാഹനങ്ങളാണ്. ആരാ തടയുക? INTCക്കാരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. INTCക്കാർ പറഞ്ഞു പോലും ജാഥ മാറ്റിവെക്കാൻ. പക്ഷേ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറായില്ല. STക്കാർക്കും അതിൻ്റെ മേലെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നത്തെ ജാഥ ഞങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവരുടെ ജാതി അവസാനിപ്പിക്കുമെന്നാണ്, ഇന്നെങ്കിലും അവസാനിക്കുമെന്നാണ്. പക്ഷേ അവർ ചെയ്തില്ല എന്നുള്ളത് അവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. ഇതാണ് നമ്മൾ കേട്ട MV ഗോവിന്ദൻ്റെ വാക്കുകൾ. MV ഗോവിന്ദൻ എന്തായാലും ഇക്കാര്യത്തിൽ കടന്നാക്രമിക്കുന്നത് UDFൻ്റെ ശൈലിയാണ്, വി ഡി സതീശനെതിരാണ്. കാരണം സതീശൻ്റെ ആ ഒരു പുരോഗമനവാദമെന്ന് വിളിക്കാവുന്ന ആ നിലപാടിനെ സ്വന്തം പാർട്ടിയിൽ എത്ര പേര് പിന്തുണയ്ക്കുമെന്നൊരു വിഷയം കൂടി അക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. മറ്റൊന്നുമല്ല, INTUC പോലെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ അനുകൂല തൊഴിലാളി സംഘടനകൾ ഈ സമരത്തിൻ്റെ മുൻനിരയിലുണ്ട്. അവരെ ആശയക്കുഴപ്പത്തിൽ പെടുത്തുന്നത് കൂടിയാണ് വി ഡി സതീശൻ്റെ നിലപാട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പലപ്പോഴും അതിൽ INTUC നേതൃത്വം കൂടി ഇതിൽ പെട്ടുപോകുന്നു എന്നാണ്. അതായത് വി ഡി സതീശനെതിരെ ഉന്നയിച്ച ആരോപണം മറ്റൊന്നുമല്ല, ഈ സമരരംഗത്ത് ഇറങ്ങാതിരിക്കാൻ INTUCക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന കാര്യമാണ്. അപ്പോൾ എല്ലായിടത്തും ചില കരിങ്കാലികൾ ഉണ്ടാകുമെന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നു. മറ്റാരുമല്ല, CITU നേതാവ് എളമരം കരീം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വാക്ക്. UDF ഇന്ന് അവരുടെ പ്രചരണ പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു. LDF ഒഴിവാക്കി. LDF നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയിൽ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയ പണിമുടക്കാണെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ LDF കൂടിയാലോചിച്ച് ഇന്ന് LDFന്റെ ജാഥ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ആ ദിവസം മറ്റൊരു ദിവസത്തേക്ക് വെച്ചു. പക്ഷെ UDF ചെയ്തില്ല. തൊഴിലാളി പ്രശ്നങ്ങളോട് UDFന് ഒരു പ്രതിബദ്ധതയുമില്ല എന്നാണ് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. RSS BJP നേതൃത്വം അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ചേർന്ന് ഇന്ത്യൻ തൊഴിലാളികളുടെയും കർഷകരുടെയും മൗലിക അവകാശങ്ങൾ തകർക്കുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ദേശസ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു സ്ഥിതി വരുത്തിയത്
UDF ചെയ്തത് അങ്ങേയറ്റം വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. ഇതാണ് നമ്മൾ കേട്ടത്. ഇക്കാര്യത്തിൽ VD സതീശൻ്റെ നിലപാടിനെ കടന്നാക്രമിക്കുന്ന ശൈലി. എന്തായാലും ഇന്ന് UDF സ്വീകരിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാക്കുകളോട് എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ യോജിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വ്യക്തമാക്കപ്പെടട്ടെ. ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും ഈ സമര രീതി ശരിയോ എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇത് ഇടവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ചില ചോദ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം. അതായത് രാജ്യം മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ടുള്ള പണിമുടക്കുന്ന ആശയം പഴഞ്ചനാണോ? അത് പഴഞ്ചനാണ് എന്ന് വാദിക്കുന്നത് ഈ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളാണ്. അതായത് ഈ VD സതീശനടക്കമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം പഴയ കാലഹരണപ്പെട്ട രീതികൾ ഇപ്പോഴും വേണോ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. അപ്പോൾ രാജ്യം മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഈ പണിമുടക്കുന്ന ആശയം പഴഞ്ചനാണോ എന്ന ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുണ്ടോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പുതിയ കാലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പണിമുടക്ക് എന്നത് പറയുന്നത് പണിമുടക്കലാണ്, പക്ഷേ അത് ജനജീവിതം സ്തംഭിക്കലാണോ? അത് സ്വാഭാവികമായും ഹർത്താൽ പ്രതീതിയാണല്ലോ കേരളത്തിൽ ഉണ്ടായത്. നമുക്ക് കണ്ടതാണ്. ഇന്ന് നമ്മൾ ആരും പുറത്തിറങ്ങിയില്ല, എല്ലാവരും വീടുകൾക്കുള്ളിലായിരുന്നു. എല്ലാവരും തങ്ങളുടെ തൊഴിൽ ദിവനങ്ങളൊക്കെ മാറ്റിവെച്ച് വീടുകൾക്കുള്ളിരിക്കുകയായിരുന്നു. മറ്റാവശ്യങ്ങളൊന്നും സാധ്യമായില്ല. കാരണം ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായത്. തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ ഒരു സംസ്ഥാനം ഇങ്ങനെ നിശ്ചലമാക്കേണ്ടതുണ്ടോ എന്ന വാദം ഉന്നയിക്കുന്നവരുമുണ്ട്. അതായത് പ്രതിഷേധം പല രീതിയിലുണ്ടാവാം, പല ആവശ്യങ്ങളോടുണ്ടാവാം. ഇപ്പോൾ തൊഴിലാളി ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളാണ് ഈ സമരത്തിന് ആധാരമാവുന്നതെങ്കിൽ മറ്റു വിഷയങ്ങളിലും സമരമുണ്ടാവാം. അപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു നിശ്ചലമാക്കപ്പെടൽ ഒരു സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ടതുണ്ടോ എന്ന ചോദ്യം കൂടി സ്വാഭാവികമായും ഉണ്ടാവുന്നുണ്ട്. കാരണം ജനങ്ങളാണ് വലയുന്നത് എന്ന വിഷയം ഇത് ഉണ്ട്. മറ്റൊന്ന്, ഈ ജനങ്ങൾക്ക് പലപ്പോഴും ഈ സമരങ്ങളോട് ആഭിമുഖ്യമില്ലെങ്കിലും അവർ വീട്ടിലിരിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാവുകയാണ്, സ്വയം നിർബന്ധിതരാവുകയാണ്. അതായത് വീട്ടിലിരിക്കുന്നവരെല്ലാവരും സമരത്തിന് പിന്തുണ നൽകുന്നവരാണ് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാവേണ്ടതുണ്ടോ? അതിന് ചില കാരണങ്ങൾ കൂടി ഇന്നത്തെ പകൽ ദിനം ഉണ്ടായിട്ടുണ്ട്. നമുക്കത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കതിലേക്ക് വരാം. എന്തായാലും സ്വാഭാവികമായി ഈ ചോദ്യം ഉയരുകയാണ്. ജനങ്ങൾ നാളെ ഹർത്താൽ അല്ലെങ്കിൽ നാളെ പണിമുടക്ക് എന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പേ ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വീട്ടിലിരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു എന്ന അവസ്ഥ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഉയരുന്ന മറ്റൊരു കാര്യം ഇതാണ്, ഈ ജനത്തിൻ്റെ യഥാർത്ഥ ഒരു വികാരം, ജനവികാരം തിരിച്ചറിയപ്പെടേണ്ടവരാണല്ലോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. അവർ വേണ്ടത്ര തിരിച്ചറിവില്ലാതെയാണോ ഇത്തരം സമരപ്രഖ്യാപനങ്ങൾ നടത്തിയത്? അതായത് സമരങ്ങൾ എപ്പോഴും ആവശ്യമാണ്, ഒരിക്കലും അതല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടില്ല. സമരം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കണം. പക്ഷേ ജനജീവിതം സ്തംഭിക്കപ്പെടണോ എന്ന ചർച്ച കൂടി സ്വാഭാവികമായി ഉയർന്നു വരികയാണ്. അപ്പോൾ മറ്റൊരു പ്രസക്തമായ കാര്യം, ഈ ചർച്ചകൾ, അതായത് ഇത് ഭരണകൂടങ്ങൾക്കെതിരായി നടക്കുന്ന സമരങ്ങളെ വഴിതിരിച്ചുവിടാൻ ഇത്തരം സമരം ആവശ്യമോ എന്ന ചർച്ച ബോധപൂർവം ഉയർത്തപ്പെടുന്നു എന്ന മറ്റൊരു വശം കൂടിയുണ്ട്. അതിന് പിന്നിൽ ആരാവാം? ഒരുപക്ഷെ ഈ ഭരണകൂടങ്ങളാവാം. തങ്ങളുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ എതിർക്കാൻ ഇത്തരം നിലപാടുകൾ പ്രചരിക്കപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുക. അതിനെ ഒരുപക്ഷെ അരാഷ്ട്രീയമെന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ അതും ബോധപൂർവമായ ഒരു പ്രചരണമാണോ നടക്കുന്നത് എന്ന കാര്യം കൂടി ഈ വിഷയത്തിൽ നമുക്ക് പരാമർശിച്ച് പോകണം. എന്തായാലും ഒരു തുറന്ന ചർച്ചകൾക്ക് വിധേയമാവട്ടെ എന്ന കാര്യമാണ്. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, മുമ്പ് തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ തുടർച്ചയായ സമരങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പോഴുമുണ്ട് സമരം. ആ സമരങ്ങൾ പലപ്പോഴും നിശ്ചലമാക്കപ്പെടുന്നത് ആ സമരവേദിക്ക് ചുറ്റുമുള്ള ഇടങ്ങളെയാണ്. അവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്നു, കടകളെ ബാധിക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വരുന്നു, അവരുടെ കച്ചവടത്തെ ബാധിക്കുന്നു, അവരുടെ വരുമാനത്തെ ബാധിക്കുന്നു, സ്വാഭാവികമായും ആ കുടുംബങ്ങളെ ബാധിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ അന്നുയർന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ നമുക്കൊരു സ്ഥിരം സമരവേദി തലസ്ഥാനത്തുണ്ടാവേണ്ടതുണ്ടോ എന്ന ചോദ്യം. രാജ്യ തലസ്ഥാനത്തും മറ്റും അത്തരം ഒരു ഇടം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സമാനമായി കേരളത്തിലും അങ്ങനെ ഒരു പൊതു സമരവേദി ഒരിടത്തുണ്ടായാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിനെ നിശ്ചലമാക്കുന്ന സമരങ്ങൾ അത് ഒരുപക്ഷെ നിയന്ത്രിക്കപ്പെടാൻ കഴിയില്ലേ? അത് ഉണ്ടാവേണ്ടത് ഇതൊരു പൊതുധാരണയിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം അടിച്ചിറക്കുന്ന ഒരു തീരുമാനം കൊണ്ട് ഇത് സാധ്യമല്ല. മറിച്ച് ഒരു പൊതുധാരണയിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു കാര്യമാണ്. കാരണം യാത്രകളെയൊക്കെ ബന്ധിക്കപ്പെടുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ പല സമരങ്ങളും നമുക്കറിയാം. അത് പരിധി വിട്ട് കഴിഞ്ഞാൽ അത് മണിക്കൂറുകളോളം ഒരു വലിയ നഗരം നിശ്ചലമാക്കപ്പെടുകയാണ്. ദൂര സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും ഒക്കെ എത്തേണ്ടവർ ഒക്കെ സ്തംഭിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അന്നുയർന്ന ഒരു ചർച്ചയാണ്, ഒരു പൊതു സമരവേദി ഉണ്ടാവേണ്ടതല്ലേ എന്നൊരു ചർച്ച. അതുമായി ചേർത്ത് നമുക്ക് ഈ ആവശ്യങ്ങളെ കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പോൾ മാറുന്ന കാലഘട്ടത്തിൽ സമര രീതികൾക്ക് ചില മാറ്റങ്ങൾ ആവശ്യമോ എന്ന പ്രസക്തമായ കാര്യമാണ്. നമുക്ക് മറ്റൊന്നുമില്ല, തൊഴിലിടങ്ങളിൽ സമരമാവാം, സമരം നടക്കണം, തീർച്ചയായിട്ടും സമരം വേണം. പക്ഷേ അത് ജനജീവിതം സ്തംഭിക്കപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം ഒരു വശത്ത്, മറ്റൊന്നത് ജനങ്ങൾക്കുണ്ടാക്കുന്ന
ബുദ്ധിമുട്ടുകൾ മറുവശത്ത്. അപ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യം, ഭരണകൂടങ്ങളുടെ അനുമതി വാങ്ങിച്ചൊരിക്കലും നമുക്ക് സമരം സാധ്യമല്ല. അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. അതിന് വ്യത്യസ്തമായ സമര രീതികൾ കണ്ടെത്തേണ്ടി വരും. മന്ത്രിമാരെ വഴി തടയേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉയർത്തേണ്ടി വരും. അതിലൊന്നും ഇത് തടസ്സമാവില്ല. പക്ഷേ അതിനൊരു ന്യായീകരണം ഉണ്ടാവണം എന്ന വാദമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമാവുന്നത്. എന്തായാലും നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ ചർച്ച മുന്നോട്ട് വയ്ക്കാം. എന്താണ് ഈ കാര്യത്തിൽ മാറുന്ന ആവശ്യകത അല്ലെങ്കിൽ മാറുന്ന നിലപാടുകൾ, അതിന് പ്രസക്തിയുണ്ടോ എന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. നമുക്കറിയാം, മുമ്പ് വാട്സപ്പിലൂടെ പോലും സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ പോലും ഹർത്താൽ നടത്തിയ ഒരു സംസ്ഥാനമാണിത്. അതിന് പിന്നിൽ നിരവധി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിന് പിന്നിൽ ആര് എന്ന കാര്യം. അപ്പോൾ ഹർത്താലെന്ന് കേൾക്കുമ്പോൾ വീട്ടിലിരിക്കാൻ, അല്ലെങ്കിൽ പണിമുടക്കെന്ന് കേൾക്കുമ്പോൾ വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരായി മലയാളി മാറിയോ എന്ന മറു ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. പ്രസക്തമാണ്, വലിയ ചർച്ചകൾക്ക് വിധേയമാവേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത് എന്നതാണ്. പലപ്പോഴും അറിയാം, ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തിയ ഹാജർ നില 10% ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഈ 10% സമരത്തിനെതിരായി നിൽക്കുന്ന നല്ലൊരു വിഭാഗമാവാം, അല്ലെങ്കിൽ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൻ്റെ വെല്ലുവിളി മൂലം എത്തിയവരാവാം. ഇനി അതുമല്ല, വിട്ടുനിന്നവരെല്ലാവരും സമരത്തിന് പിന്തുണ നൽകിയവരാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ ആവാനും സാധ്യതയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു പൊതു നിലപാട് ഉണ്ടാവേണ്ടതാണ്. നമുക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യമാണ്, മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമര രീതികൾക്ക് ചില മാറ്റങ്ങളൊക്കെ ആവശ്യമാണോ എന്ന ചോദ്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പൊതു ചർച്ച നടക്കട്ടെ എന്നതാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ആ വാദം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ അത് തെളിയിക്കപ്പെടും. അതിനുമപ്പുറം ഒരു പൊതു ചർച്ച നടക്കട്ടെ എന്ന വാദം, അത് നമുക്ക് പൊതുവിൽ അംഗീകരിക്കാം. എന്തായാലും ഭിന്ന നിലപാടുള്ളവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നതാണ്. പക്ഷേ ഇടതുമുന്നണിയുടെ പാരമ്പര്യം, അല്ലെങ്കിൽ CPM, CPI പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പാരമ്പര്യം സമരമാണ്, സമര രീതികളാണ്. അതിൽ നിന്ന് അവർക്ക് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. സമര സാധ്യതകളെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ആ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരത്തോട് കേരളം മാത്രം അനുകൂലമായി പ്രതികരിച്ചപ്പോൾ മറ്റിടങ്ങളിൽ ഇത് എന്തുകൊണ്ട് ബാധിക്കുന്നില്ല? ഒരുപക്ഷേ മറ്റിടങ്ങളിലെ ആളുകൾ ഉയർന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണോ, അതല്ലെങ്കിൽ അവിടെ അത്തരം ഒരു രാഷ്ട്രീയ പ്രചരണം നടക്കാതെ പോയത് കൊണ്ടാണോ? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ 2 മുന്നണികൾ പ്രധാനമാണ്. അവർ നടത്തിയ സമരം ഇന്ന് പൂർണ്ണമായിരുന്നു എന്നതാണ് രാഷ്ട്രീയപരമായ ചിത്രം. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് എന്തിനായിരുന്നു ഈ പണിമുടക്ക് എന്നത് ആണ് പ്രധാനമായും നോക്കേണ്ടത്. കാരണം പണിമുടക്കിനോട് വിമുഖത കാട്ടുന്ന ഭരണകൂടങ്ങൾ, അത് ഇടത് ഭരണകൂടമാവട്ടെ വലതു ഭരണകൂടമാവട്ടെ BJP ആരുമാവട്ടെ, ഭരണകൂടങ്ങൾ പൊതുവിൽ തങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരോട് ഒരു എതിരായ മനോഭാവം പുലർത്താറുണ്ട്. അത്തരം മനോഭാവം പുലർത്തുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. മുമ്പ് ഈ ആശാപ്രവർത്തകരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നപ്പോഴും അങ്ങനെ വാദങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലും പ്രസക്തമാവുന്നത് പണിമുടക്ക് ആവശ്യം എന്നത് തന്നെയാണ്. കാരണം തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആവശ്യങ്ങളോ അത് ചോദിച്ച് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യണം. അതിനാവശ്യമെങ്കിൽ സമരം ചെയ്യണം. അത് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും അത്തരം സമര രീതികൾ പതിവുണ്ട്. നമ്മളും ഇവിടെ ആവർത്തിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, എന്തിനായിരുന്നു ഈ പണിമുടക്ക് നടന്നത് എന്നത്. എന്തായിരുന്നു? കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തിടെ ഉണ്ടായ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു ഈ പുതിയ ലേബർ കോഡ്. തൊഴിലാളി അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ആ പുതിയ ലേബർ കോഡ്. അതിനെതിരെ പല രീതിയിലും പല മേഖലകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. തൊഴിലാളി അവകാശങ്ങൾ, തൊഴിൽ സമയത്തിൽ ദീർഘിപ്പിക്കലുണ്ടാവുന്ന, അങ്ങനെ തൊഴിലാളികൾ അവകാശങ്ങൾ നേടിയെടുത്തത് മുതലാളിയുടെ അതല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിൻ്റെ പെട്ടെന്നുള്ള തീരുമാനം കൊണ്ടല്ല, മറിച്ച് അവകാശങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അത് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ആ അവകാശങ്ങൾ ഇല്ലാതാവുന്നു, സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവണം. അപ്പോൾ ഈ ലേബർ കോഡുകൾ പിൻവലിക്കുക, പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്ന ആവശ്യമായിരുന്നു ഇന്നത്തെ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് എന്താണ്? നമുക്കറിയാം, അടുത്തിടെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. രാജ്യത്തെ നിരവധി ആളുകൾക്ക് പ്രയോജനം ചെയ്തിരുന്ന ആ പദ്ധതിയിൽ വലിയൊരു പൊളിച്ചെടുത്ത് കേന്ദ്ര സർക്കാർ അടുത്തിടെ നടത്തി. അത് UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ പുതിയ NDA സർക്കാരിൻ്റെ കാലത്തും അതങ്ങനെ തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പൊളിച്ചെടുത്തൽ വരികയാണ്. സ്വാഭാവികമായും തൊഴിൽ ദിനങ്ങൾ കുറയും, വരുമാനം കുറയും, സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയുണ്ടാവും. ഇതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൊളിച്ചെടുത്ത്. അത് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുക, പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഇന്നത്തെ സമരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. രണ്ടും നമ്മളിപ്പോൾ സംസാരിച്ചത് രണ്ടും ഏറ്റവും പ്രസക്തമായ വിഷയങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൻ്റെ സമരരീതിയാണ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുക എന്നതാണ്. പക്ഷേ ഇത്തരം സമരരീതികൾ ചെയ്താലല്ലേ ഈ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയൂ എന്ന മറു ചോദ്യവുമുണ്ട്. മറ്റൊരു കാര്യം കൂടി നോക്കാം. ഈ സമരത്തിൻ്റെ ആവശ്യം വിലക്കയറ്റം.
രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമാണ്. പലപ്പോഴും വിലക്കയറ്റം ഏറ്റവും അധികം ബാധിക്കുന്നത് അടിസ്ഥാന മേഖലയിലുള്ളവരെയാണ്. അതുകൊണ്ട് വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കുന്നു. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം തടയണം. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം ഇന്നത്തെ സമരത്തിൻ്റേത്. മറ്റാവശ്യം എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമാണ്. നമുക്കറിയാം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പലതരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും അതിനെതിരായ പ്രതിഷേധമുണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഇന്നത്തെ ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തായിരുന്നു. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡ് പുനഃപരിശോധിക്കുക, പിൻവലിക്കുക. മറ്റൊന്ന്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുക, അത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക. വിലക്കയറ്റം ദുസ്സഹമാണ്, അതുകൊണ്ട് തന്നെ വിലക്കയറ്റം തടയാനുള്ള നടപടി വേണം. മറ്റൊന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായ, ഏറ്റവും വാല്യുബിളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്ക് ദിവസമാണ് കടന്നുപോയത്. പക്ഷേ ആ പണിമുടക്കിൻ്റെ ശൈലിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് മാത്രമാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഇന്നത്തെ ചിത്രത്തിലേക്ക് കൂടി വരാം. കേരളത്തിൽ ഈ സമരം എങ്ങനെ നടന്നു എന്നത് നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയി. അതായത് കേരളത്തിൽ ഈ സമരം പൂർണ്ണമായിരുന്നു. KSRTC നാമമാത്രമായ സർവീസുകൾ മാത്രമാണ് നടത്തിയത്. സർക്കാർ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നു, പൊതു സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നു, സ്വകാര്യ സ്ഥാപനങ്ങൾ അടഞ്ഞു, കടകമ്പോളങ്ങൾ അടഞ്ഞു. ജനജീവിതം ഏറെക്കുറെ നിശ്ചലമായ ഒരു സമരാവസ്ഥയിലാണ് കടന്നുപോയത് എന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതിനിടയിൽ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ അനിഷ്ട സംഭവങ്ങൾ കൂടിയാണ് വെല്ലുവിളി. നമുക്കറിയാം, ഇന്ന് സ്കൂളുകൾക്കൊന്നും അവധി നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് കോഴിക്കോട് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ഇന്ന് കോഴിക്കോട് സ്കൂളിലേക്ക് സമരക്കാരെത്തി അധ്യാപകരെ തടയുന്ന സാഹചര്യമുണ്ടായി. അവിടെ സമരക്കാരെത്തിയ സ്കൂളിൻ്റെ ഗേറ്റിൽ കൊടി സ്ഥാപിച്ചു എന്ന ആക്ഷേപമുണ്ടായി. പിന്നീട് അവിടെ സംഭവിച്ചത് എന്താ? വലിയ കയ്യാങ്കളി. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന കയ്യാങ്കളിയാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. ആ ദൃശ്യത്തിലേക്ക് നോക്കൂ. ഇതിനിടയിൽ ഒരു കൊച്ചുകുട്ടി പരാതിയുമായി രംഗത്തെത്തി എന്ന കാര്യം കൂടി നമ്മൾ കണ്ടു. എന്താണ് ആ കുട്ടിയുടെ പരാതി? സമരക്കാർ തൻ്റെ മുഖത്തടിച്ചു എന്നാണ് കുട്ടി പരാതിപ്പെട്ടത്. അപ്പോൾ ഈ സമരം അതിൻ്റെ നിയന്ത്രണം വിട്ടു അവിടെ സംഭവിച്ചു എന്നാണ്. നമുക്കറിയാം, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എപ്പോഴും ഇത്തരം സമര രീതികളിലൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ അതുമാത്രമാണോ സംഭവിച്ചത് എന്ന കാര്യം കൂടി ഉയരുകയാണ്. ഇതാണ് സംസ്ഥാനത്തിന്റെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.